സമ്മാനിക്കാനാണോ അതോ ഇത് പറയുമ്പോൾ തന്നെ പേടി ഉണ്ടായിരുന്നു? കാരണം 2 വട്ടം വിജയ് വെച്ച് പടം ചെയ്തൊരു ഡയറക്ടർ ഇങ്ങനെ ഇപ്പോൾ വന്നൊരു ഈ ഒരു ഇത് പറയുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? 2 വട്ടം തലപ്പത്തി വിജയനെ വെച്ച് ഡയറക്ട് ചെയ്തത് മാത്രമല്ല, ഗോട്ടിന് മുന്നേ വിജയിനെ നെഗറ്റീവ് ഷെയ്ഡിൽ ഒരേ ഒരു തവണ കരിയറിൽ കണ്ടിട്ടുള്ളത് സർ ഡയറക്ട് ചെയ്തതാണ്. ആൻഡ് പുതിയൊരു വിജയിനെ സമ്മാനിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ പൃഥ്വിരാജിനെ സമ്മാനിക്കുക, പുതിയ സുരേഷ് ഗോപിയെ സമ്മാനിക്കുക. ഞാൻ മാധവ് സുരേഷാണ്, ഞാൻ മാധവ് സുരേഷായിട്ട് വളർന്നോട്ടെ. ബാക്കി വഴി വെച്ച് നമുക്ക് കണ്ടറിയാം. ഈ ഒരു സബ്ജക്ട് പറയുമ്പോൾ പേടി ഉണ്ടായിരുന്നു? കാരണം വിജയ് സാറിനെ പോലത്തെ ആൾക്കാരെ വെച്ച് പടം ചെയ്തുകൊണ്ട് ഈ ഡയറക്ടറായിട്ട് വരുമ്പോൾ ഒരു ഹിറ്റ് സമ്മാനിക്കുന്നത് നമ്മുടെ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നോ? ഒരു ഡയറക്ടറും ഒരു ആക്ടറും ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യനും ഒരു ഹിറ്റ് സമ്മാനിക്കണം എന്നല്ലാതെ ഒരു ചിന്താഗതി വെച്ച് പൊട്ടപ്പടം ചെയ്യണം എന്ന് പറഞ്ഞൊരു ചിന്താഗതി വെച്ച് ആരും ഒരു സിനിമ തുടങ്ങാറില്ല. അതേപോലെ തന്നെ ഒരു ഹിറ്റ് സമ്മാനിക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് കുമ്മാട്ടിക്കളിയും ഞാൻ വർക്ക് ചെയ്ത JSK ആണെങ്കിലും നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത്. സോ എഗൈൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഹിറ്റാവോ ആൾക്കാർ കാണുമോ ഇതെല്ലാം തീരുമാനിക്കേണ്ടത് പ്രേക്ഷകർ തന്നെയാണ്. പ്രേക്ഷകർക്ക് ആ കണക്ട് ഈ സിനിമയിലോട്ട് വരാനുള്ള കുറേ ഫ്രാഗ്മെന്റ്സ് വിൻസെന്റ് സാറിന്റെ ക്രിയേറ്റിവിറ്റി വഴി വന്നിട്ടുണ്ട് എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അത് പ്രേക്ഷകരിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരൊരു പരിധി കൂടുതൽ തിയേറ്ററിൽ കയറി കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ വിജയിക്കും. അല്ലാതെ നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്തു കഴിഞ്ഞു, ബാക്കി ഇനി പ്രേക്ഷകരുടെ റിസപ്ഷൻ പോലെ ഇരിക്കും. കുമ്മാട്ടിക്കളി ആയാലും JSK ആയാലും ഇപ്പോൾ സുരേഷ് ഗോപി എന്ന മകന്റെ ടാഗ് ലൈൻ വെച്ചിട്ടൊക്കെ അത്ര ഉപകാരപ്പെട്ടു ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ചേട്ടാ, ആദ്യം സുരേഷ് ഗോപി, ഞാനാണ് മകൻ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നെപ്പോക്കിട്ട് എന്ന പ്രസ്താവന ഉണ്ടല്ലോ, അത് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ തീർച്ചയായിട്ടും നെപ്പോക്കിഡ് തന്നെയാണ്. ഞാൻ നെപ്പോക്കിഡ് അല്ലായിരുന്നെങ്കിൽ എനിക്ക് സിനിമയിലോട്ട് ഒരു ഈസി ആക്സസ് കിട്ടത്തില്ല. സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് തന്നെയാണ് ഞാൻ സിനിമയിലോട്ട് കയറി വന്നത്. അല്ലാതെ ഞാൻ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലോട്ടോ അല്ലെങ്കിൽ ആക്ടിങ്ങിന്റെ ടെക്നിക്കൽ സൈഡിലോട്ടോ ഒരുപാട് ട്രെയിനിങ് ചെയ്ത് അതിനൊരു കരിയർ ഫുൾ എൻ്റെ കുഞ്ഞുനാളോട്ട് പെർസ്യൂ ചെയ്ത് വന്ന ഒരാളല്ല. അപ്പം അങ്ങനെ നെപ്പോക്കിഡ് എന്നൊരു ടാഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് 2 പ്രോജക്ട്സ് JSK, കുമ്മാട്ടിക്കളി കിട്ടിയിരിക്കുന്നത്. സോ എനിക്ക് അതുകൊണ്ടുണ്ടായ ബെനിഫിറ്റ് അവിടെ ഓബ്വിയസ് ആണ്. സംസാരിക്കണമെങ്കിൽ അതിനെപ്പറ്റി അതുകൊണ്ടുണ്ടായ നെഗറ്റീവ്സിനെ പറ്റി എനിക്ക് സംസാരിക്കാൻ പറ്റും. സംസാരിക്കണം. ഇത് പേര് ഈ ടാഗ്ലൈൻ മാറ്റണം എന്നുള്ളത് ഇനിയുള്ള ഫിലിമിന് അപ്കമിങ് ഫിലിംസിൽ ഇപ്പോൾ പ്രേക്ഷകർ ജഡ്ജ് ചെയ്യണം എന്തായാലും. അപ്പൊ അത് മാറ്റണം എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് വേണ്ടേ? ഇപ്പോൾ ഫസ്റ്റ് 2 വന്ന ചോദ്യങ്ങൾ, ഇതിന് മുന്നേ വന്ന ചോദ്യം, അടുത്ത പൃഥ്വിരാജ്, അടുത്ത സുരേഷ് ഗോപി, അടുത്ത വിജയ്. നെപ്പോക്കിഡ് എന്നുള്ള സുരേഷ് ഗോപി കമ്പാരിസൺ വിട്ടാൽ 2 ആൾക്കാരെയും കൂടെ എന്നെ വെച്ച് ഇനി കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാനിനി എത്ര വർക്ക് ചെയ്താലും ആ ഒരു മൈൻഡ് സെറ്റ് മാറാതെ ഒരിക്കലും എനിക്ക് എൻ്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ വർക്ക് ഞാൻ ചെയ്യണം. എൻ്റെ ഇൻഡിപെൻഡൻസ് ആയാലും ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ളത് എൻ്റെ വർക്കാണ്. അത് ഞാൻ ചെയ്താലും 10 വർഷം കഴിഞ്ഞ് ഇവന് പൃഥ്വിരാജിൻ്റെ ഒരു സാമ്യമുണ്ടല്ലോ എന്ന് പ്രേക്ഷകരുടെ മനസ്സിലൊരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്നും നെക്സ്റ്റ് പൃഥ്വിരാജ് എന്നോ അല്ലെങ്കിൽ കറണ്ട് പൃഥ്വിരാജ് എന്നോ കറണ്ട് സുരേഷ് ഗോപി എന്നോ വിളിച്ചേക്കാം. അതൊക്കെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. സൂപ്പർ സ്റ്റാർസ് ആണോ, ആക്ടേഴ്സ് ആണോ, സക്സസ്ഫുൾ ആക്ടേഴ്സ് ആണോ, സക്സസ്ഫുൾ മൂവീസ് ആണോ, ഇതെല്ലാം അവരുടെ പെർസ്പെക്റ്റീവ് കൊണ്ട് മാത്രം വീഴുന്ന ഓരോ ലേബിൾസും ടാഗ്സും ആണ്. ഞാൻ ആ സെൻസിലല്ലായിരുന്നു പറഞ്ഞത്. അത് ഇറ്റ്സ് മോർ ടു മൈ പേഴ്സണൽ ലൈഫ്. എൻ്റെ മാത്രമല്ല, എൻ്റെ സിബ്ലിങ്സിന് വേണ്ടി എനിക്കവിടെ സംസാരിക്കാൻ പറ്റും. ഏതൊരു കുഞ്ഞിനോടും അവരുടെ പേരൻസിനെ പറ്റി വൾഗറായ രീതിയിൽ ഓൺലൈൻ കോണ്ടന്റ് കാണുമ്പോഴോ ആൾക്കാർ സംസാരിക്കുമ്പോഴോ അത് കേട്ടിരിക്കുന്ന സുഖമായിട്ട് തോന്നുന്നുണ്ടോ? അതനുഭവിച്ചാണ് ഞാനും എൻ്റെ 3 സിബ്ലിങ്സും. ഇപ്പോൾ ചാലൂക്കിൻ്റെ കാര്യം പറയാനാണ്, ചാലൂക്കയുടെ ചേച്ചിയും അപ്പുചേട്ടനും ഷാനൂക്ക, ഒരു നെപ്പോ കിഡ്സ് എന്ന് പറയുന്ന എല്ലാവരും പേഴ്സണൽ ലൈഫിൽ
ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവിച്ച് വളർന്നു വന്നവരാണ്. അതുകൊണ്ട് അവരുടെ കരിയറിൻ്റെ ആസ്പെക്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നെങ്കിൽ ആരും വിചാരിക്കരുത് അവർ അനുഭവിച്ചു വന്ന നെഗറ്റീവ്സിനെ ഔട്ട്വേ ചെയ്താണ് ഈ പോസിറ്റീവ് വരുന്നത്. പിന്നെ അതേപോലെ നെപ്പോക്കിട്ട് എന്നുള്ളൊരു ടാഗ് വെച്ച് ഒരു സിനിമ കിട്ടും, 2 സിനിമ കിട്ടും. എൻ്റെ കേസിലത്തെ പോലെ ഞാൻ ഇനിയും മലയാള സിനിമയോ ഏതൊരു സിനിമയോ ചെയ്യണമെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കാതെയോ ജനറലി ഒരു സിനിമ ക്രൗഡ് അക്സെപ്റ്റ് ചെയ്യാതെയോ എനിക്ക് നിന്ന് സസ്റ്റെയിൻ ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ഒരു ആക്ടറിൻ്റെ കരിയർ ഉണ്ടാകുന്നത് പ്രേക്ഷകരുടെ സ്വീകരണം കൊണ്ട് മാത്രമാണ്. ഒരു നെപ്പോക്കി ടൈറ്റിൽ കൊണ്ടും മലയാള സിനിമയിൽ തീർച്ചയായിട്ടും ആരും ഇതുവരെ ടൈറ്റിൽ കൊണ്ട് മാത്രം പിടിച്ചു വന്നിട്ടില്ല. So I guess that answers your question. So